ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ദോശ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്കുള്ള തക്കാളി ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ തക്കാളി ചട്നിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ചട്നിയും രണ്ടും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഞാൻ അധികം പരത്തിയിട്ടുള്ള ദോശ കൊടുത്തയക്കലില്ല. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറപ്പ് വരും, ബലം വരും ദോശയ്ക്ക്. ഇതാവുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ സ്കൂൾക്ക് കൊടുത്തു വിടാൻ ഇതുപോലെയുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ തക്കാളി ചട്നിക്ക് ഉണക്കമുളക് ഇടാണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണക്കമുളക് ഇട്ടാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം വഴറ്റി ചൂടാറിയാൽ നല്ലോണം അരച്ചെടുക്കാം. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ചട്നിയും റെഡിയാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. ഒരു ചായ ഇട്ട് കുടിക്കുകയാണ്. ഉച്ചക്കുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്തൊന്ന് ചെടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി വെക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നനക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നനച്ച് കൊടുക്കണം. അത് സിറ്റൗട്ടിലായ കാരണം അധികം വെയിൽ കൊള്ളാത്ത കാരണം അങ്ങനെ എന്നും നനക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ബോഗൺവില്ലൊക്കെ പൂത്ത് തുടങ്ങി. ഇനിയിപ്പോൾ അതിലേക്ക് വളവും കാര്യങ്ങളൊക്കെ ചെയ്യണം. വളമായിട്ട് ഞാൻ DNP ആണ് ഇട്ട് കൊടുക്കൽ. DNP ഇട്ട് കൊടുത്താൽ നല്ലോണം ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഓറഞ്ചിൽ കുറച്ചും കൂടി പൂവുകൾ വന്നിക്കണ്. പിന്നെ ആമ്പലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാടിപ്പോയി. ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കോർട്ട്യാർഡിലുള്ള ചെടികളെ മുകളിലുള്ള ഉണങ്ങിയ ലീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിടുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണിക്കലുണ്ട്. ഇങ്ങനെ ചെടികൾ വൃത്തിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ചെടികളിപ്പോൾ നമ്മൾ നല്ല ഭംഗി ഉണ്ടാവാനല്ലേ വെക്കണത്. അപ്പോൾ അതുപോലെ വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഭംഗിയിൽ ആ ചെടികൾ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ഒരു ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ്. പിന്നെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ അധികം രാത്രിയിലാണ് കേട്ടോ മെഷീനിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഉണക്കലും പിന്നെ ഉണങ്ങിയ ഡ്രസ്സുകൾ മടക്കി വെക്കലും ഒക്കെ ചെയ്യൽ അധികം രാത്രിയാണ് ചെയ്യൽ.
ഇനിയിപ്പോൾ ഇന്ന് ഡിന്നറിന് ഇലയപ്പരത്തിയും അതുപോലെ അതിലേക്ക് മീൻകറി ഉണ്ട് കേട്ടോ. അതുമാണ് ഇത്. അരിപ്പൊടിയും തേങ്ങയും നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലെ കുഴച്ചെടുത്തതാണ്. എന്നിട്ട് ഇലയിൽ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. എല്ലാവർക്കും അറിയണത് തന്നെ ആവും. ആരൊക്കെയാണ് ഇതുപോലെ ഇലയപ്പരത്തി ഉണ്ടാക്കലെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം കറിക്ക് മെച്ചാക്കിയിട്ടുള്ള കടികൾ ഉണ്ടാക്കലാണ് കേട്ടോ നോക്കൽ. മറ്റേത് നമ്മൾ ഉച്ചക്കും രാവിലെയും രാത്രിയും ഒക്കെ കറി ഉണ്ടാക്കേണ്ട ഒരു ഇത് വരും. അപ്പോൾ കറി ഏതാണോ അതിനനുസരിച്ചിട്ട് കടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് ചുട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നാളെ ഉപ്പേരിക്ക് ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇടിച്ചക്ക ചോപ്പറുള്ള കാരണം ഇടിച്ചക്കൊന്നും വെക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. മറ്റേത് ഈ ഇടിച്ചക്കൊക്കെ കൈ കൊണ്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നല്ല സമയം പോണൊരു പരിപാടിയാണ്. ചോപ്പറിലാവുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ഇടിച്ചക്കൊക്കെ വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനൊരു രസം ഉണ്ടാവില്ല. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്താലാണ് കേട്ടോ അതിൻ്റെ ഒരു രസം. മറ്റേത് കൈ കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കും. ചോപ്പറിലാവുമ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ തീരും. ഇനിയിപ്പോൾ അത് മുതിരട്ടിട്ട് വെക്കുകയാണ് ചെയ്യുക. പിന്നെ നാളെ ഇനിയിപ്പോൾ തേങ്ങ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പുട്ടിനുള്ളത്. അപ്പം ഇനി നാളെ വേറെ തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ തേങ്ങ ആക്കി വെച്ചിട്ടില്ല. അങ്ങനെ കിച്ചണിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ രാത്രിയിലുള്ളതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.